നമസ്കാരം. പ്രധാന വാർത്തകൾ. മുൻ കേന്ദ്രമന്ത്രി ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കർ കൊല്ലപ്പെട്ടതാണെന്ന് ദില്ലി പോലീസ്. വരുമാന വർധനവ് ലക്ഷ്യമിട്ട് തുടങ്ങിയ സേവ് KSRTC ക്യാമ്പയിനിൽ ഫലം കണ്ടു. KSRTCയുടെ ഒറ്റ ദിവസത്തെ വരുമാനം 6,46,00,000 രൂപ. CPM ജില്ലാ സമ്മേളനത്തിന് പ്രൗഢോജ്വലമായ തുടക്കം. റാന്നി വളയനാട്ട് ഓഡിറ്റോറിയത്തിൽ NS പാസി നഗറിൽ 274 പ്രതിനിധികൾ പങ്കെടുത്തു. ഇന്ത്യൻ ജുഡീഷ്യറിയും ജനാധിപത്യവും എന്ന വിഷയത്തിൽ റാന്നിയിൽ സെമിനാർ നടന്നു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. മുൻ കേന്ദ്രമന്ത്രി ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കർ കൊല്ലപ്പെട്ടതാണെന്ന് ദില്ലി പോലീസ്. ദില്ലി പോലീസ് കമ്മീഷണർ VS ബാസിയാണ് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. കൊലക്കുറ്റത്തിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മുൻ കേന്ദ്രമന്ത്രിയും MPയുമായ ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മൃതദേഹത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിരുന്നു. ഇടത് താടിയലിലും വലത് കൈത്തണ്ടയിലുമാണ് മുറിവുകൾ കണ്ടെത്തിയിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ട് ശശി തരൂരിനെ ചോദ്യം ചെയ്യും. വിഷം കുത്തിവെച്ചതാണോ അതോ വായിലൂടെ നൽകിയതാണോ എന്ന കാര്യവും പരിശോധിക്കുമെന്നും കമ്മീഷണർ അറിയിച്ചു. വരുമാന വർധനവ് ലക്ഷ്യമിട്ട് തുടങ്ങിയ സേവ് KSRTC ക്യാമ്പയിൻ ഫലം കണ്ടെത്തിയതായി ആദ്യ ദിനത്തിലെ കണക്കുകൾ. KSRTCയുടെ ഒറ്റ ദിവസത്തെ വരുമാനം 6,46,00,000 രൂപയായി ഉയർന്നു. പ്രതിദിന വരുമാനം 6 കോടിയാക്കി ഉയർത്തുവാൻ ലക്ഷ്യമിട്ടിട്ടാണ് KSRTC എംപ്ലോയീസ് അസോസിയേഷന്റെ സേവ് KSRTC ക്യാമ്പയിൻ സംസ്ഥാനത്ത് തുടക്കം കുറിച്ചത്. യാത്രക്കാരോട് മാന്യമായ രീതിയിലുള്ള പെരുമാറ്റം തന്നെയാണ് പദ്ധതിയുടെ ഹൈലൈറ്റ്. പരമാവധി ആളുകളെ ഇനി ബസ്സിൽ വിളിച്ചു കയറ്റും. പെരുമാറ്റം മാന്യതയോടെ മാത്രമായിരിക്കും. ഡ്രൈവറോ കണ്ടക്ടറോ ഇല്ലാതെ ഒരു സർവീസ് പോലും മുടങ്ങില്ല. സ്പെയർ പാർട്സ് അനുവദിച്ച പരമാവധി ബസ്സുകൾ സർവീസിന് ഇറക്കാമെന്ന് ജീവനക്കാർക്ക് മാനേജ്മെന്റ് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആദായകരമല്ലാത്ത റൂട്ടുകൾ പുനഃക്രമീകരിക്കുന്നതിനുള്ള നിർദ്ദേശം ജീവനക്കാർ സർക്കാരിന് സമർപ്പിക്കും. കേരള വാട്ടർ അതോറിറ്റിയുടെ സബ് ഡിവിഷൻ പരിധിയിൽപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കേണ്ടതുകൊണ്ട് ജനുവരി 8, 9 തീയതികളിൽ വെള്ളക്കരം സ്വീകരിക്കുന്നതല്ല എന്ന് റാന്നി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇനിയൊരു ഇടവേള. പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് സെന്റർ ഓൺ മെയിൻ റോഡ്, പെരുമ്പഴ, റാന്നി. ബ്രാഞ്ച് അറ്റ് സെൻട്രൽ ജംഗ്ഷൻ, വടശ്ശേരിക്കര. ക്വാളിറ്റി കൺട്രോൾ ബൈ CMC, വെല്ലൂർ. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി ലാബ് and clinical pathology lab with most modern sophisticated equipments for fast, accurate and reliable results. The executive test package just for rupees 950. Lipid profile and blood sugar just for rupees 300. Perfect lab, accurate, affordable, fast and impressive services. We trust in Perfect Diagnostic Center. വാർത്തകൾ തുടരുന്നു. CPM 21ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം നടക്കുന്ന വളയനാട്ട് ഓഡിറ്റോറിയത്തിലെ NS പാസി നഗറിൽ നടന്ന പുഷ്പാർച്ചന, പതാക ഉയർത്തൽ എന്നീ ചടങ്ങുകളോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. 244 സമ്മേളന പ്രതിനിധികൾ, 34 ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, 10 സംസ്ഥാന സമിതി അംഗങ്ങൾ ഉൾപ്പെടെ 278 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. CPM 21ാം പാർട്ടി കോൺഗ്രസിന്റെ മുന്നോടിയായി പത്തനംതിട്ട ജില്ലാ സമ്മേളനം ആരംഭിച്ചു. റാന്നി വളയനാട്ട് ഓഡിറ്റോറിയത്തിലെ NS പാസി നഗറിൽ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയോടെയായിരുന്നു സമ്മേളനത്തിന് തുടക്കം കുറിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, LDF കൺവീനർ വൈക്കം വിശ്വൻ, PK ശ്രീമതി, EP ജയരാജൻ, AK ബാലൻ, ആലത്തല ഭട്ടാനന്ദൻ, എളമരം കരീം, ബേബി ജോൺ, CPM ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K അനന്തഗോപൻ, സ്വാഗത സംഘം ചെയർമാൻ രാജു എബ്രഹാം MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PS മോഹനൻ, A പത്മകുമാർ XMLA, KP ഉദയഭാനു, പ്രൊഫസർ TKG നായർ, ബാബു കോയിക്കലേത്ത്, S ഹരിദാസ്, കോമളമൻ ഇരുത്തൻ, DYFI സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് റോഷൻ റോയ് മാത്യു, CPM ഏരിയ കമ്മിറ്റി സെക്രട്ടറി MS രാജേന്ദ്രൻ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, പ്രതിനിധികൾ എന്നിവർ പുഷ്പാർച്ചനയും പതാക ഉയർത്തൽ ചടങ്ങിലും അഭിവാദ്യമർപ്പിച്ചു.
തുടർന്നായിരുന്നു പ്രതിനിധി സമ്മേളനത്തിന് തുടക്കമായത്. പൊതുസമ്മേളന നഗറായ ഇട്ടിയപ്പാറയിലെ PK ചന്ദ്രാനന്ദൻ നഗറിൽ ജില്ലാ സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K അനന്തഗോപൻ 5-ാം തീയതി വൈകിട്ട് പതാക ഉയർത്തി. സിറ്റി ന്യൂസ്, റാന്നി. നരേന്ദ്രമോദി സർക്കാരിനെതിരെ നിശിത വിമർശനവുമായി CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ. രാജ്യത്ത് ജനജീവിതം ദുസ്സഹമാക്കിക്കൊണ്ട് അഴിമതി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നിവ രൂക്ഷമായെന്ന് പിണറായി വിജയൻ. ഘർ വാപസി വിഷയത്തിൽ CPMനെതിരായി വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവന അല്പത്വവും വിവരദോഷവുമാണെന്നും പിണറായി വിജയൻ. ബാർ കോഴ വിവാദത്തിൽപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ രാജിവെക്കണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. UPA സർക്കാർ പിന്തുടർന്നുവന്ന അതേ നയമാണ് മോദി സർക്കാരും പിന്തുടർന്നു വരുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് നടപ്പാക്കിയ നവോദാരവൽക്കരണ നയം അതേ വഴിക്ക്, എന്നാൽ കൂടുതൽ ശക്തമായി നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്ത് നടപ്പാക്കുകയാണ് ചെയ്യുന്നത്. നവ ഉദാരവൽക്കരണ നയം നടപ്പിലാക്കിയതിലൂടെ രാജ്യത്ത് ജനജീവിതം ദുസ്സഹമായി. അഴിമതി, വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നിവ വർദ്ധിച്ചു. ഇതുമൂലം ജനങ്ങളിൽ കടുത്ത അസംതൃപ്തി ഉളവായി. രാജ്യത്തെ കടുത്ത പ്രതിസന്ധിയിലേക്ക് ഇത് തള്ളിവിട്ടതായും പിണറായി വിജയൻ പറഞ്ഞു. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധി സമ്മേളനം വളയനാട്ട് ഓഡിറ്റോറിയത്തിലെ NS പാസി നഗറിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പിണറായി വിജയൻ. BJPയുടെ ആദ്യ ബഡ്ജറ്റ് ചിദംബരത്തിന്റെ ബഡ്ജറ്റിന്റെ അതേ പകർപ്പാണ്. ദേശസൽകൃത ബാങ്കുകളുടെ അടക്കം ഓഹരികൾ വിൽക്കുവാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയാണെന്നും പിണറായി കുറ്റപ്പെടുത്തി. BJP ഗവൺമെന്റ് അധികാരത്തിലേറിയതിനു ശേഷം ആദ്യം അവതരിപ്പിച്ച ബജറ്റ് അത് നേരത്തെ ചിദംബരം അവതരിപ്പിച്ച ബജറ്റിന്റെ സമീപനം തന്നെയായിരുന്നു. ആ ബജറ്റിന് തുല്യമായിരുന്നു. ദേശസാൽകൃത ബാങ്കുകളുടെ ഓഹരി വിൽക്കാനും തീരുമാനിച്ചിരുന്നു. റെയിൽവേ സ്വകാര്യവൽക്കരണം മുഖ്യ അജണ്ടയാക്കി അതിനെ ന്യായീകരിക്കുവാൻ നരേന്ദ്രമോദി ശ്രമിക്കുകയാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖല റെയിൽവേ സ്വകാര്യവൽക്കരണം പ്രധാന അജണ്ടയാണ്. വിദേശ കുത്തക ശക്തികൾക്ക് റെയിൽവേയിൽ കൊള്ള ലാഭമുണ്ടാക്കുവാനുള്ള അവസരം ഉണ്ടാക്കുന്നതായും പിണറായി കുറ്റപ്പെടുത്തി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില തീരെ താണ അവസരത്തിൽ രാജ്യത്ത് വില കുറയുന്നില്ല. ഭീമമായ വിലക്കുറവ് അന്താരാഷ്ട്ര വിപണിയിൽ പ്രകടമാകുമ്പോഴും റിലയൻസ് പോലുള്ള കമ്പനികൾക്ക് കൊള്ളലാഭമുണ്ടാക്കുവാനുള്ള അവസരമാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്നും പിണറായി പറഞ്ഞു. ക്രൂഡ് ഓയിലിന്റെ വില ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 40%-ലധികം ഇടിവ്. ഈ ഭീമമായ ഈ വിലക്കുറവ് നമ്മുടെ രാജ്യത്ത് അനുഭവപ്പെടുന്നില്ല എന്നതാണ് വസ്തുത. ഇതെന്തിനാണ്? ഇത് റിലയൻസ് അടക്കമുള്ളവരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്. റിലയൻസ് ആണ് എണ്ണ വ്യാപാരത്തിൽ ഏർപ്പെട്ടിട്ടുള്ള വലിയൊരു കുത്തക. വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളെയും തൊഴിൽ മേഖലകളെയും തകർക്കുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഫലത്തിൽ ഇല്ലാതാക്കുവാൻ നീക്കം നടക്കുന്നതായും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. 200 ജില്ലകളിലായി തൊഴിലുറപ്പ് പദ്ധതി പരിമിതപ്പെടുത്തുവാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നത്. തൊഴിൽ ബഡ്ജറ്റിൽ വലിയ വെട്ടിക്കുറവാണ് കേന്ദ്ര സർക്കാർ വരുത്തിയിരിക്കുന്നത്. ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കുവാനാണ് BJP ശ്രമിക്കുന്നതെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. രൂക്ഷമായ വിലക്കയറ്റം അനുഭവപ്പെടുകയാണ്. അത് പരിഹരിക്കുന്നതിന് ഒരു നടപടിയുമില്ല. വിദ്യാഭ്യാസ മേഖലയിലുള്ള ഗവൺമെന്റ് നിക്ഷേപം അത് കുറക്കുകയാണ്. ഈ തൊഴിൽ ബജറ്റ് കൂലി കൊടുക്കാനുള്ളതാണ്. അതിൽ വെട്ടിക്കുറവ് വന്നാൽ സ്വാഭാവികമായും തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കപ്പെടും. ഇതിനെല്ലാം പുറമെയുള്ളതാണ്, ഏറ്റവും പ്രധാനമായിട്ടുള്ളതുമാണ് മതനിരപേക്ഷത തകർക്കാനുള്ള നീക്കം. ഹിന്ദുത്വ അജണ്ട അടിച്ചേൽപ്പിക്കാനാണ് നീക്കം. RSS നേതാവ് മോഹൻ ഭഗത്തിന്റെ വാക്കുകൾ ഇതിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നും പിണറായി പറഞ്ഞു. പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുവാൻ RSSന്റെ കീഴിലുള്ള സംഘടനയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഇത് വർഗീയ സംഘർഷങ്ങൾ രാജ്യവ്യാപകമായി സൃഷ്ടിക്കപ്പെടുമെന്നും പിണറായി അഭിപ്രായപ്പെട്ടു. ഗോഡ്സെയെ മഹത്വവൽക്കരിക്കുവാനുള്ള ശ്രമമാണ് RSSന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. പുനർമതപരിവർത്തനമെന്ന RSSന്റെ നിലപാട് വ്യക്തമാക്കണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. പാഠപുസ്തകങ്ങളാകെ പരിഷ്കരിക്കാനൊരു നീക്കമുണ്ട്. അതിന് RSSന്റെ കീഴിലുള്ള ഒരു സംഘടനയാണ് ശിക്ഷാ സംസ്കൃതി ഉത്ഥാൻ ന്യാസ്. സംഘപരിവാറിൽപ്പെടുന്ന ഒരു സംഘടനയാണ്. ഗോഡ്സെയെ മഹത്വവൽക്കരിക്കാനുള്ള നീക്കമാണ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യായമാണ് RSS അവതരിപ്പിക്കുന്നത്. അപ്പൊ അവരാകെ ഹിന്ദുവായി പുനർമതപരിവർത്തനം ചെയ്യുന്നതിനെ തങ്ങൾ പ്രോത്സാഹിപ്പിക്കും. ഇതാണ് RSSന്റെ നിലപാട്.
കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളിലേക്ക് കടക്കവെ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ നിശിതമായി പിണറായി വിമർശിച്ചു. കർവാപ്പസി വിഷയത്തിലാണ് പിണറായി വെള്ളാപ്പള്ളിയെ വിമർശിച്ചത്. കർവാപ്പസി വിഷയത്തിൽ CPM പണം വാങ്ങിയെന്ന വെള്ളാപ്പള്ളിയുടെ ആരോപണം വിവരദോഷമെന്നാണ് പിണറായി വിശേഷിപ്പിച്ചത്. മതനിരപേക്ഷതയുടെ കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്ന SNDPയുടെ നേതാവ് ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത് അല്പത്തമാണെന്നും പിണറായി പരിഹസിച്ചു. RSS വിമർശിക്കുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഈ സാമുദായിക നേതാവിന് എന്താ പറ്റിയെന്നറിയില്ല. അദ്ദേഹം പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, CPIMന് വിദേശ പണം കിട്ടിയതുകൊണ്ടാണ് ഈ നിലപാടെടുക്കുന്നത്. അതിനനുസരിച്ചുള്ള മറുപടിയൊന്നും ഇപ്പൊ നമ്മൾ പറഞ്ഞു പോകേണ്ട കാര്യമില്ല. എത്രമാത്രം പരിഹാസ്യമായ നിലപാടാണെന്ന് നോക്കണം. ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച സംഘടനയുടെ തലപ്പത്തിരുന്നു കൊണ്ടാണ് ഈ ഒരു വിവരദോഷം എന്ന് പറയുന്നത് തെറ്റില്ല എന്നത് വിവരദോഷം പറഞ്ഞത് എന്ന് അദ്ദേഹം ഓർക്കണം. അല്പത്തെന്നല്ലാതെ എന്താണ് അതിനെക്കുറിച്ച് വേറെ പറയാൻ കഴിയുക? മതപരിവർത്തനം നടത്തിയവർ തിരിച്ചുവന്നാൽ ഏത് വിഭാഗത്തിൽപ്പെടുത്തുമെന്ന് RSS വ്യക്തമാക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തെ മനുഷ്യരായി പോലും RSS കാണുന്നില്ലെന്നും പിണറായി കുറ്റപ്പെടുത്തി. പുനർമതപരിവർത്തനം നടത്തിയാൽ ഹിന്ദുവായിട്ടാണല്ലോ വരിക. ഏത് വിഭാഗത്തിലാണ് പെടുക എന്ന് പറഞ്ഞാൽ പട്ടികജാതി പട്ടികവർഗത്തെ മനുഷ്യനായിട്ട് പോലും ഇവര് കണക്കാക്കുന്നില്ല, RSS കണക്കാക്കുന്നില്ല. ബാർ വിഷയത്തിൽ എക്സൈസ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പങ്ക് കൂടി അന്വേഷിക്കണം. അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന എല്ലാ മന്ത്രിമാരും രാജിവെച്ച് അന്വേഷണം നേരിടണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. മാണിയോടൊപ്പം അഴിമതി നടത്തിയവരുണ്ട്, അവരും നിയമത്തിന്റെ കരങ്ങളിൽ പെടേണ്ടതായിട്ട്. മാണി രാജിവെച്ച് അന്വേഷണം നേരിടും. എക്സൈസ് മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും പങ്കുകൂടി വെളിപ്പെടുമാറുള്ള സമഗ്രമായ അന്വേഷണം ഈ കാര്യത്തിൽ വേണം. പാർട്ടിയുടെ അടിത്തറ വിപുലപ്പെടാത്തത് എന്തുകൊണ്ടാണെന്നും സ്വയം വിമർശനം നടത്തണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ, LDF കൺവീനർ വൈക്കം വിശ്വൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ PK ഗുരുദാസൻ, PK ശ്രീമതി, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ EP ജയരാജൻ, AK ബാലൻ, എളമരം കരീം, ആനത്തലവട്ടം ആനന്ദൻ, ബേബി ജോൺ എന്നിവരും സമ്മേളനത്തിന്റെ ആദ്യവസാനം പങ്കെടുക്കുന്നുണ്ട്. പ്രതിനിധി സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം A പത്മകുമാർ ex-MLA ആണ്. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K അനന്തോകൻ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പ്രൊഫസർ TKG നായർ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സ്വാഗത സംഘം ചെയർമാൻ രാജു എബ്രഹാം MLA, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PS മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ കമ്മിറ്റിയിലെ 34 അംഗങ്ങളും സംസ്ഥാന സമിതിയിൽ നിന്നുമുള്ള 10 പേരും ഉൾപ്പെടെ 278 പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലാ കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് K അനന്തോകൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഗ്രൂപ്പ് ചർച്ച, പൊതുചർച്ച എന്നിവയും NS പാസി നഗറിൽ നടന്നു. സിറ്റി ന്യൂസ്, റാന്നി. ഇടപ്പാവൂർ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളിയുടെ 52ാമത് പെരുന്നാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായി. 4-ാം തീയതി ഞായറാഴ്ച രാവിലെ 11:30 പള്ളിയിലും കുരിശടിയിലും കൊടിയേറ്റ് നടന്നു. 9-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 6-ന് സന്ധ്യാനമസ്കാരം, പേരൂച്ചാട്ട് ജംഗ്ഷൻ വഴി പള്ളിയിലേക്ക് റാസ, തുടർന്ന് ആശീർവാദം. ആകാശദീപ കാഴ്ചകൾ. ജനുവരി 10-ന് രാവിലെ 8 മണിക്ക് വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിളമ്പ്, കൊടിയിറക്ക് എന്നിവ നടക്കും. ഇനിയൊരു ഇടവേള. The key to your dream home is ready. Move in for a lifetime happiness. Shrine Habitat at Kalathipadi, Kottayam. Located in a 5-acre luxurious gated community with ultra-modern amenities. Call 9349892210. വാർത്തകൾ തുടരുന്നു. സുനന്ദ പുഷ്കറിന്റെ മരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ശശി തരൂർ MP സ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ആവശ്യപ്പെട്ടു. റാന്നിയിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു VS. കോൺഗ്രസ് നേതാവ് ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കറിന്റെ മരണം കൊലപാതകമെന്ന് ഡൽഹി പോലീസ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ശശി തരൂർ MP സ്ഥാനം രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ റാന്നിയിൽ ആവശ്യപ്പെട്ടു. റാന്നിയിൽ വാർത്താലേഖകരോട് സംസാരിക്കുകയായിരുന്നു VS. ശശി തരൂർ ഗൗരവതരമായ നടപടിക്ക് വിധേയരാകേണ്ടതാണ്. അദ്ദേഹത്തെ കോൺഗ്രസിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം ഉടനെ തന്നെ അവസാനിപ്പിക്കാനും ആ തരത്തിൽ ധീരമായൊരു നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസ് പാർട്ടിയും ഗവൺമെന്റും തയ്യാറാകുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. സിറ്റി ന്യൂസ്, റാന്നി. റാന്നി ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറിയും ജനാധിപത്യവും എന്ന വിഷയത്തിൽ സെമിനാർ നടന്നു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു.
റാന്നി ബാർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഇന്ത്യൻ ജുഡീഷ്യറിയും ജനാധിപത്യവും എന്ന വിഷയത്തിൽ റാന്നി NSS ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ജനാധിപത്യ സംവിധാനത്തിലെ ഏത് സ്ഥാപനവും നിലനിൽക്കുന്നത് ആഗോളവൽക്കരണ കാലത്താണ് എന്നതുകൊണ്ട് ആഗോളവൽക്കരണത്തിന്റെ സ്വാധീനം ഇവയെല്ലാം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ജനാധിപത്യ ഭരണ സംവിധാനത്തിലെ വ്യാകരണ തെറ്റുകളും അവയ്ക്ക് ജനാധിപത്യത്തിലെ മറ്റു മേഖലകളുമായുള്ള പാരസ്പര്യവും സംബന്ധിച്ച ന്യായാന്യായങ്ങളും ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാകേണ്ട ഒരു കാലമാണ്. ആ അർത്ഥത്തിൽ ഇത്തരമൊരു സെമിനാർ ഏറെ പ്രസക്തമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ഭരണഘടന വിഭാവന ചെയ്യുന്നത് ജനാധിപത്യ മതനിരപേക്ഷ സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ്. മാനവീയത, തുല്യത, സാമൂഹ്യ നീതി, പിന്നോക്ക ദളിത വിഭാഗങ്ങളോടും ജീവിതത്തിന്റെ അരികുകളിലേക്ക് അടിച്ചോടിക്കുന്നവരോടുമുള്ള സവിശേഷമായ പരിഗണന തുടങ്ങിയവയെല്ലാം ഈ പുരോഗമന സോഷ്യലിസ്റ്റ് ആഭിമുഖ്യത്തിന്റെ പ്രതിഫലനങ്ങളായിരുന്നു. വ്യവഹാരങ്ങളുമായി എത്തുന്നവർ സാധാരണ ജനങ്ങളാണെന്ന ബോധ്യത്തോടെ ജഡ്ജിമാർ ക്ഷമയോടും സഹാനുഭൂതിയോടും നീതി നിർവഹിക്കുന്ന രീതി ഉണ്ടാകണം. ശബരിമലയിലെ 18-ാം പടി ഒഴിച്ചു മാറ്റിയാൽ തിരക്ക് ഒഴിവാക്കാൻ കഴിയുമല്ലോ എന്നും എൻഡോസൾഫാൻ തളിക്കുമ്പോൾ അവിടെ നിന്ന് ജനങ്ങൾ ഓടിമാറിയാൽ അതിന്റെ ദുരിതം ഉണ്ടാവില്ലല്ലോ എന്നും ക്ഷേത്രങ്ങളിൽ വഴിപാടിന് വെടി മുഴക്കുന്ന അതിന് പകരം വെടിയുടെ ശബ്ദം റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചാൽ പോരെ എന്നുമൊക്കെ ചില ജഡ്ജിമാർ ചോദിക്കുന്നത് ജഡ്ജിമാരിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണോ എന്ന് അവർ തന്നെ ആത്മപരിശോധന നടത്തട്ടെ. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KP സുഭാഷ് കുമാർ അധ്യക്ഷനായിരുന്നു. ആന്റോ ആന്റണി MP മുഖ്യപ്രഭാഷണം നടത്തി. രാജു എബ്രഹാം MLA, റാന്നി ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് ഡോണി തോമസ് വർഗീസ്, മുൻസിഫ് അമ്പിളി ചന്ദ്രൻ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KN ജയകുമാർ പ്രബന്ധാവതരണം നടത്തി. കേരള ബാർ കൌൺസിൽ അംഗം അഡ്വക്കേറ്റ് റാഫി രാജ്, പത്തനംതിട്ട ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോർജ് കോശി, തിരുവല്ല ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു ജോൺ, അടൂർ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K വിശ്വനാഥൻ നായർ, അഡ്വക്കേറ്റ് എബ്രഹാം മാത്യു പനച്ചിമുട്ടിൽ, അഡ്വക്കേറ്റ് A രാഘവൻ നായർ, അഡ്വക്കേറ്റ് K ഹരികുമാർ, അഡ്വക്കേറ്റ് ഷൈൻജി കുറുപ്പ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി ന്യൂസ്, റാന്നി. കരിക്കാട്ടൂർ ശാലേം സഭയുടെ 36ാമത് കരിക്കാട്ടൂർ കൺവെൻഷൻ ഫെബ്രുവരി 3 മുതൽ 7 വരെ ശാലേം നഗറിൽ നടക്കും. ജനറൽ സെക്രട്ടറി പാസ്റ്റർ TC കോശി ഉദ്ഘാടനം നിർവഹിക്കും. പാസ്റ്റർമാരായ അജി ആന്റണി, രാജു P ജോൺ, റിജി മാത്യു, റവറൻ AB ജോർജ്, സിസ്റ്റർ ശ്രീലേഖ എന്നിവർ പ്രസംഗകരായിരിക്കും. ഒരിടവേള കൂടി. Trine Suites, the lake-facing 48 super deluxe fully furnished apartments with world-class amenities. Located at most serene location in Arur at Kochi, facing Vembanad Lake. Call 9349892210, 9349383837. വാർത്തകൾ തുടരുന്നു. പുനർനിർമ്മിച്ച തടിയൂർ കാഞ്ഞീറ്റുകര സെന്റ് ആഗ്നസ് മലങ്കര കത്തോലിക്ക ദേവാലയത്തിന്റെ കൂദാശയ്ക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 7-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്ത കൂദാശ കർമ്മം നിർവഹിക്കും. തടിയൂർ കാഞ്ഞീറ്റുകര സെന്റ് ആഗ്നസ് മലങ്കര കത്തോലിക്ക പള്ളിക്ക് അരനൂറ്റാണ്ടിലേറെ പാരമ്പര്യമുണ്ട്. പുനർനിർമ്മിച്ച ഈ ദേവാലയത്തിന്റെ കൂദാശ 7-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്ത നിർവഹിക്കുന്നതോടെ ഒരു നാടിന്റെ ആധ്യാത്മിക നവോത്ഥാന ചരിത്രത്തിൽ മറ്റൊരു അധ്യായം കൂടി എഴുതി ചേർക്കപ്പെടുകയാണ്. വാസ്തുശില്പകലയുടെ സമ്മേളനമാണ് പുനർനിർമ്മിച്ച ദേവാലയം. തികച്ചും പരിസ്ഥിതിക്ക് ഇണങ്ങും വിധം പുനർനിർമ്മിച്ച ഈ ദേവാലയ ചുറ്റുപാടുകൾ ഏതൊരാൾക്കും ആത്മീയ നിർവൃതിയുടെ നിമിഷങ്ങളാവും സമ്മാനിക്കുക. കുരിശിന്റെ വഴിയുടെ നിർമ്മാണം ആരുടെയും ശ്രദ്ധയാകർഷിക്കും. പ്രത്യേക ശില്പചാരുതയാണ് കുരിശിന്റെ വഴിക്കും വിശുദ്ധ ഗീവറീസ് പുണ്യവാളന്റെ തിരുസ്വരൂപം പ്രതിഷ്ഠിക്കുന്ന ടോട്ടോ എന്നിവയുടെ നിർമ്മാണ ശൈലിക്കും. കുരിശിന്റെ വഴിയുടെ നിർമ്മാണം തിരുവനന്തപുരം സ്വദേശി വിൻസ്റ്റന്റാണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. ടോട്ടോയുടെ നിർമ്മാണവും ദേവാലയത്തിന്റെ പുനർനിർമ്മാണം, ദേവാലയത്തോട് ചേർന്നുള്ള പൂന്തോട്ടം, കൊൽക്കുരിശ്, കൊടിമരം എന്നിവയുടെ നിർമ്മാണം ഏറ്റുമാനൂർ കേന്ദ്രമായുള്ള സെന്റ് ജൂഡ് ആർട്സ് ആണ് പൂർത്തിയാക്കിയിട്ടുള്ളത്. മുഗൾ കാലഘട്ടത്തെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലാണ് ദേവാലയത്തിലെ മദ്ബഹയുടെ നിർമ്മാണ ശൈലി. ദേവാലയത്തിന്റെ പിൻവശത്തെ ചെറുകുന്ന് അതേ രീതിയിൽ നിലനിർത്തിക്കൊണ്ട് അവിടെ മുഴുവനും പുൽത്തകടി വെച്ചുപിടിപ്പിച്ചിരിക്കുകയാണ്.
യേശുദേവന്റെ തിരുസ്വരൂപം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രധാന കഥാസന്ദർഭങ്ങളുടെ ആവിഷ്കാരങ്ങൾ ഇവിടെ സ്ഥാപിക്കും. ജനുവരി 7-ാം തീയതി ഉച്ചയ്ക്ക് 2:30 ദേവാലയ കൂദാശ നടക്കുന്നത്. ദേവാലയ കൂദാശയ്ക്ക് എത്തിച്ചേരുന്ന അഭിവന്ദ്യ തിരുമേനിയെ ദേവാലയത്തിനു മുൻപിലുള്ള ആശാൻ റോഡിലെ കുരിശടിയിൽ നിന്നും സ്വീകരിച്ച് ദേവാലയത്തിലേക്ക് ആനയിക്കും. തുടർന്ന് 3 മണിയോടുകൂടി ദേവാലയത്തിന്റെ കൂദാശകർമ്മ അഭിവന്ദ്യ ഡോക്ടർ തോമസ് മാർ കൂർലോസ് മെത്രാപ്പോലിത്ത നിർവഹിക്കും. പിന്നീട് ട്രോട്ടോ, കുരിശിന്റെ വഴി, കൽക്കുരിശ് തുടങ്ങിയവയുടെ കൂദാശയും നടക്കും. 70ഓളം കുടുംബാംഗങ്ങളാണ് ഈ ഇടവകയിലുള്ളത്. ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് 70 കുടുംബാംഗങ്ങളും രാപകൽ ഒരുപോലെ അധ്വാനിച്ചതിന്റെ കൂടി ഫലമാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദേവാലയം പുനർനിർമ്മിച്ച് കൂദാശ നടത്തുവാൻ തക്കവണ്ണം യോഗ്യതയുള്ളതാക്കി തീർത്തത്. ഇടവക വികാരി ഫാദർ ജോർജ് വലിപറമ്പലിന്റെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലുമാണ് ദേവാലയ നിർമ്മാണം പുരോഗമിച്ചത്. കൂദാശയ്ക്ക് ശേഷം വൈകിട്ട് 4:30 സ്നേഹവിരുന്ന് നടക്കും. 8-ാം തീയതി രാവിലെ 7 മണിക്ക് അഭിവന്ദ്യ ഡോക്ടർ തോമസ് കൂർലോസ് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന നടക്കും. തുടർന്ന് നേർച്ച വിളമ്പും നടക്കും. പുനർനിർമ്മിച്ച ദേവാലയത്തിന്റെ കൂദാശകർമ്മം സിറ്റി ടിവിയിൽ തത്സമയം സംപ്രേഷണം ഉണ്ടായിരിക്കും. www.city news എന്ന വെബ്സൈറ്റിലാണ് തത്സമയം സംപ്രേഷണമുള്ളത്. സിറ്റി ന്യൂസ്, റാന്നി. മിസ്ബ പ്രയർ ഫെലോഷിപ്പിന്റെ ആഭിമുഖ്യത്തിൽ റാന്നി YMCA ഹാളിൽ 7-ാം തീയതി ബുധനാഴ്ച വൈകിട്ട് 6:30 ബ്രദർ പോൾ മഹേഷ് തിരുവല്ല വചനപ്രഘോഷണം നടത്തും. 48ാമത് റാന്നി നിലയ്ക്കൽ ഓർത്തഡോക്സ് കൺവെൻഷൻ ജനുവരി 8 മുതൽ 11 വരെ എട്ടിയപ്പാറ മാർ ഗ്രിഗോറിയോസ് കാത്തലിക്കേറ്റ് സെന്ററിൽ നടക്കും. 8-ന് വൈകിട്ട് 6-ന് ഡോക്ടർ ജോഷുവ മാർ നിക്കോദിമോസ് മെത്രാപ്പൊലിത്തയുടെ അധ്യക്ഷതയിൽ ബസാലിയോസ് മാർത്തോമ പൌലോസ് ദ്വിതീയൻ കാത്തോലിക്ക ബാവ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. നിര്യാതരായി റാന്നി ചെത്തോങ്കര വെള്ളാംകുഴിയിൽ VC തോമസിന്റെ മകൾ അനില തോമസ് റേച്ചൽ 46 വയസ്സ് നിര്യാതയായി. സംസ്കാരം വെള്ളിയാഴ്ച 11 മണിക്ക് ഭവനത്തിലെ ശുശ്രൂഷകളെ തുടർന്ന് ചെത്തോങ്കര സെന്റ് തോമസ് ചാലിയം ഓർത്തഡോക്സ് പള്ളിയിൽ നടക്കും. പരേതയായ ഏലിക്കുട്ടിയാണ് മാതാവ്. അമ്മിണി, അമ്മുക്കുട്ടി, ആലീസ്, സുനില എന്നിവർ സഹോദരങ്ങളാണ്. വടശ്ശേരിക്കര കുച്ചുതടത്തിൽ സണ്ണി വർഗീസ് 51 വയസ്സ് നിര്യാതനായി. സംസ്കാരം വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12-ന് വടശ്ശേരിക്കര കാർമേൽ മാർത്തോമ പള്ളി സെമിത്തേരിയിൽ നടക്കും. അയിരൂർ നിരവിൽ കുടുംബാംഗം ജോയമയാണ് ഭാര്യ. എമി, എമിൽ എന്നിവർ മക്കളാണ്. റാന്നി മുക്കാലുമൺ വിളയിൽ VP കൃഷ്ണൻകുട്ടി നിര്യാതനായി. 62 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച നടക്കും. ഭാര്യ സരസമ്മ, രജനി, രതീഷ്, രഞ്ജിത്ത് എന്നിവർ മക്കളും, രഘു, സെബി, സേതു എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുൻ കേന്ദ്രമന്ത്രി ശശി തരൂരിന്റെ ഭാര്യ സുനന്ദ പുഷ്കർ കൊല്ലപ്പെട്ടതാണെന്ന് ദില്ലി പോലീസ്. വരുമാന വർധനവ് ലക്ഷ്യമിട്ട് തുടങ്ങിയ സേവ് KSRTC ക്യാമ്പയിനിൽ ഫലം കണ്ടു. KSRTCയുടെ ഒറ്റ ദിവസത്തെ വരുമാനം 6,46,00,000 രൂപ. CPM ജില്ലാ സമ്മേളനത്തിന് പ്രൌഢോജ്വലമായ തുടക്കം. റാന്നി വളയനാട്ട് ഓഡിറ്റോറിയത്തിൽ NS പാസി നഗറിൽ 274 പ്രതിനിധികൾ പങ്കെടുത്തു. ഇന്ത്യൻ ജുഡീഷ്യറിയും ജനാധിപത്യവും എന്ന വിഷയത്തിൽ റാന്നിയിൽ സെമിനാർ നടന്നു. പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.